ഈ ഭരിക്കുന്ന സർക്കാരിനോട് അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തോട് ജനങ്ങൾക്ക് വലിയ അമർഷമുണ്ട്. ആ അമർഷം പ്രകടിപ്പിക്കാനാണ് ഇവർക്ക് 5 കൊല്ലം കൂടുമ്പോൾ കൈവരുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് എന്ത് ഈ ഒരു ദിവസം നമ്മുടെ വിരലിൽ പുരട്ടുന്ന മഷി, നമ്മൾ യന്ത്രത്തിൽ പതിക്കുന്ന നമ്മുടെ വിരൽ, ഈ രണ്ട് സംഗതിക്ക് ഒരു പ്രാധാന്യം കൈവരുന്ന ഒരേ ഒരു ദിവസം ഈ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. ഇത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയാണ്. ഞാൻ പറഞ്ഞത് കേവലം UDF വിരുദ്ധ വികാരമല്ല, UDF അനുകൂല വികാരമല്ല, ഭരണവിരുദ്ധ വികാരം. ഈ വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അപകടം പതിയിരിപ്പുണ്ട്. അതായത് വിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും UDFിലേക്കല്ല പോവുക, പഴയ പോലെ അല്ല. മുമ്പ് UDFിൻ്റെ വിരുദ്ധ വികാരം സമ്പൂർണ്ണമായിട്ട് LDFിലേക്കും, LDFിൻ്റെ വിരുദ്ധ വികാരം പരിപൂർണമായിട്ട് UDFിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ LDF വിരുദ്ധ വോട്ടുകളിൽ ഒരു ഭാഗം, അത് ഓരോ മണ്ഡലത്തിനും വ്യത്യാസം ഉണ്ടാവും. ചില മണ്ഡലങ്ങളിൽ കൂടുതലായിരിക്കും, ചില ഭാഗങ്ങളിൽ കുറവായിരിക്കും. ആ വോട്ട് പോകുന്നത് BJPയിലേക്കാണ്. അതുപോലെ തന്നെ വലിയ ഭാഗം പോകുന്നത് UDFിലേക്കാണ്. അപ്പോൾ അങ്ങനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ സത്യം പറഞ്ഞാൽ LDFിന് ഗുണകരമാണ്. കാരണം ആ വിരുദ്ധ വികാരം വലിയൊരു പരിധി വരെ അവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുക. BJP സാമാന്യമായിട്ട് വോട്ട് പിടിക്കുന്ന മണ്ഡലത്തിലാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സൗകര്യം കൂടി LDFിന് കിട്ടും. ആ ത്രികോണ മത്സരം അപ്രവചനീയമായിരിക്കും. ഭയങ്കര ത്രികോണ മത്സരമാണെങ്കിൽ ചിലപ്പോൾ 3-ൽ 1 ആരെന്ന് പറയാൻ പറ്റില്ല, ആ ഫ്ലൂക്കിൽ ജയിക്കും. അങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ ഒരു വലിയ കറക്കിക്കുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് LDFിന് ഒരു വിധത്തിൽ ഗുണകരമാണ്. ഈ വിപരീത വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്നുള്ളത്.